ഹായ് പറയാ കമലെ. ഹായ് ഹായ്. ഹലോ, ഇന്നത്തെ ഈവനിങ് ഔട്ട് ഒരു പാർക്കിലോട്ടായിരുന്നേ. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തോട്ടത്തിൻ്റെ ഇടയിലാണ് ഈ പാർക്ക്. അതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ അതാണ്. അപ്പോൾ പുതുതായിട്ട് വന്നതാണ്, അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു, വീക്കെൻഡൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കായിരുന്നു. പിന്നെ നല്ല വ്യൂ ആണ്, നല്ലൊരു ആംബിയൻസ്. ഫാമിലിയായിട്ടൊക്കെ കുറേ പേരുണ്ട്, കുട്ടികളെ കളിക്കാനും അങ്ങനെ ഫാമിലിയായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. പിന്നെ ഇതേപോലെ പോണി 2 ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇങ്ങനെ റൈഡൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കാം അങ്ങനെയൊക്കെ. ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് നേരെ കഫേയിലോട്ട് പോയി. ഈ കാണുന്ന ഈ കഫേയിലെ പൽമേറയിലെ ജ്യൂസൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ഇങ്ങോട്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. ജ്യൂസ് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ടെൻഡർ കോക്കനട്ട് മാംഗോ അതാണ് നമ്മൾ നോക്കിയത്. നമ്മൾ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ അത്ര വലിയൊരു വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ടൈം സ്പെൻഡ് ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആണ്, അത്യാവശ്യം നല്ല തണുപ്പ്. ഇപ്പോൾ കുറച്ച് തണുപ്പായതുകൊണ്ട് നല്ലൊരു തണുപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതൊരു സ്ഥലത്തെയും അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഫുഡും കഫേയും അവിടുത്തെ ഡിഷസൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഇവിടെയും കഫേയിൽ, പക്ഷേ ഇവിടെയൊക്കെ ചോക്ലേറ്റ്, കേക്ക്, ജ്യൂസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. നമ്മൾ അതൊന്നും നോക്കിയില്ല, പക്ഷെ മൊത്തം ഒന്ന് ചുറ്റി നടന്ന് കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. അവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ട് പോണിക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വേറൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, ഫുഡ് ഫെസ്റ്റിവൽ. ഇപ്പം അധികം അവിടെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിരുന്നു. ഫുഡ് ഫെസ്റ്റിവൽ നടന്നത് ഒരു ചർച്ചിൽ വെച്ചിട്ടായിരുന്നേ. അതിൻ്റെ തിരക്കായി കാണുന്നത്. സ്റ്റാളിലോട്ടൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഏതാ ഫുഡ് നിന്ന് നേരെ കാണാനൊന്നും. അത്രയും കൂപ്പൺ എടുത്തിട്ട് വേണം പോവാൻ. പിന്നെ 2-3 ഡിഷസ് നോക്കി, പക്ഷെ വാങ്ങിച്ചു. അതത്ര വേർത്തായിട്ടൊന്നും തോന്നിയില്ല, കാരണം ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. ഇങ്ങനെ ഫുഡ് ഫെസ്റ്റിവലിൽ പോകുമ്പോൾ തോന്നുന്നൊരു കാര്യം അതാണ്, ക്വാണ്ടിറ്റി കുറവായിരിക്കും, അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരിക്കും. നല്ല തിരക്കുമായിരുന്നു. നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കിമോത്തി ഡാൻസ് ഗ്രൂപ്പിൻ്റെ ഓരോരോ ഡാൻസ് ടീമുകൾ, നല്ല കോസ്റ്റ്യൂം, നല്ല കൊറിയോഗ്രാഫി, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി.
ചെറുതായിട്ടൊരു ഡിന്നറൊക്കെ കഴിച്ചു. ഈ മിനി വ്ളോഗ് ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള മിനി വ്ളോഗിൻ്റെ ശ്രമങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.